മേൽപ്പറയപ്പെട്ട കാരണങ്ങളുടെ അടിസ്ഥാനത്തിൽ പ്രതി വിൻസെന്റ് ഗോമസിന് 2 ലക്ഷം രൂപയുടെ ആൾജാമ്യത്തിലും അനുവാദം കൂടാതെ കോടതിയുടെ അതിർത്തി വിട്ടു പോകാൻ പാടില്ല എന്ന വ്യവസ്ഥയിലും ഈ കോടതി ജാമ്യം അനുവദിച്ചിരിക്കുന്നു. വിൻസെന്റ് ഗോമസ്. അതേടാ, വിൻസെന്റ് ഗോമസ്. ഞാൻ അകത്ത് തന്നെ കിടക്കുമെന്ന് ഓർത്തു ഇല്ലേ? ഇതിന്റെ ഇലക്ഷൻ ഓഫീസാണ്. ഇവിടെ നിന്ന് ഷോ കാണിക്കുന്നത്. കുറച്ച് ഷോ കാണിക്കാൻ തന്നെയാണ് വന്നിരിക്കുന്നത്. എന്റെ ആൾക്കാർ തന്ന തുക കുറഞ്ഞു പോയോ? നിന്റെ റേറ്റ് ഇപ്പൊ എത്ര? എന്താ വിലയ്ക്ക് വാങ്ങാൻ ഇറങ്ങിയതാണോ? എന്നെ വാങ്ങാനും മാത്രമുള്ള പണം നിങ്ങൾ ഇതുവരെ സമ്പാദിച്ചിട്ടില്ല മിസ്റ്റർ വിൻസെന്റ്. ഓഹോ, ഇപ്പൊ എന്റെ പണം നിനക്ക് വേണ്ട അല്ലേ? പറയടാ, പിന്നെ എന്തിനാ എന്റെ ലോറിയിൽ പിടിച്ചത്? ആ ലോറികൾ നിറയെ കള്ളച്ചാരമായിരുന്നു. അതൊരു പുതിയ കാര്യമൊന്നുമല്ലല്ലോ. ലോ കോളേജിലെ പഠിത്തവും കഴിഞ്ഞ് കഞ്ഞിക്ക് വകയില്ലാതെ പാർട്ടി ഓഫീസുകളുടെ തിണ്ണ നിറങ്ങി നടന്നിരുന്ന ഒരു കാലമുണ്ടായിരുന്നു ഇവന്. രാഷ്ട്രീയ വനവാസം. അന്ന് വാളയാർ ചെക്ക് പോസ്റ്റുകൾ കടന്നു വരുന്ന എന്റെ ലോറിയുടെ കിളിയായിരുന്നു ഇവൻ. പൊളിറ്റിക്കൽ പ്രൊട്ടക്ടർ, രാഷ്ട്രീയ സംരക്ഷകൻ. അനാവശ്യം പറയരുത്. പതുക്കെ ഇടിക്കടാ. ഇതൊടിഞ്ഞു പോയാൽ നിനക്ക് നഷ്ടമൊന്നുമില്ല, നഷ്ടം ഞങ്ങൾക്കാണ്. ഈ മേശയും പുറത്തു വെച്ചിരിക്കുന്ന ബോർഡും നീ ഇട്ടിരിക്കുന്ന ഷർട്ടും നീ എല്ലാം കഴിക്കുന്ന ആഹാരം പോലും ഞങ്ങളുടെ പണമാണ്. അല്ലെന്ന് പറയാമോ? വിൻസെന്റ് ഗോമസിനെ ചതിച്ചവരാരും ഇന്ന് ജീവിച്ചിരിപ്പില്ല. നിന്റെ കഷ്ടകാലം തുടങ്ങാൻ പോകുന്നു. സൂക്ഷിച്ചു. കൃഷ്ണപുരം നിയോജക മണ്ഡലത്തിലെ വോട്ടെണ്ണൽ പൂർത്തിയായിരിക്കുന്നു. ഡെമോക്രാറ്റിക് പാർട്ടിയുടെ സ്ഥാനാർത്ഥിയായ എൻ കൃഷ്ണദാസ് തെരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്നു. തന്റെ തൊട്ടടുത്ത എതിർ സ്ഥാനാർത്ഥിയായ റവല്യൂഷണറി പാർട്ടിയിലെ ശ്രീ പരമേശ്വരനേക്കാൾ 15,812 വോട്ടുകളുടെ ഭൂരിപക്ഷത്തോടെയാണ് കൃഷ്ണദാസ് ജയിച്ചിരിക്കുന്നത്. I, Krishnadas C.K. do swear in the name of God do swear in the name of God that I will solemnly execute the functions of the minister and will to the best of my ability the Constitution and the law, and that I will devote myself to the service and well-being of the people of the state of Kerala. ഇപ്പോൾ പന്ത് അവന്റെ കോർട്ടിലാണ്. പ്രോസിക്യൂഷൻ ഭാഗത്തുള്ളത് ക്ലീൻ എവിഡൻസ് ആണ്. നമ്മുടെ ലോറികളിൽ നിന്നും പിടിച്ചെടുത്ത ബില്ലുകളും വ്യാജ പെർമിറ്റുകളും വെങ്കടാചലത്തിന്റെ ഫയലിലുണ്ട്. അതവിടെ ഇരിക്കുന്നിടത്തോളം കാലം അതവിടെ ഇരിക്കാൻ പാടില്ല. ഇവിടെ വരണം. എന്താ മാർഗം? എന്ത് മാർഗവും സ്വീകരിക്കാം. വകുപ്പ് മന്ത്രിയും സീനിയർ ഓഫീസേഴ്സും എന്നുള്ള ആ അകലം ഇനി നാം തമ്മിൽ ആവശ്യമില്ല. വി ആർ ഫ്രണ്ട്സ്. ഹോം സെക്രട്ടറി, പോലീസ് IG, മിനിസ്റ്റർ, നമ്മൾ ഒന്നിച്ചു നിന്നാൽ പലതും ചെയ്യാൻ സാധിക്കും. ഈ നാടിനു വേണ്ടിയും ഓഫ് കോഴ്സ് നമുക്ക് വേണ്ടി. Cheers. Cheers. മിസ്റ്റർ വെങ്കടാചലം, സർ, വിഷമിക്കണ്ട. ഞാനൊന്ന് നിവർന്നു നിന്നോട്ടെ.
അടുത്ത സ്റ്റേറ്റ് അറ്റോർണിയാണ് നിങ്ങൾ. ബി ഹാപ്പി. താങ്ക് യു സർ. വിൻസെന്റ് ഗോമസ്, ഈ നാടിന്റെയും വ്യക്തിപരമായി പറഞ്ഞാൽ എന്റെയും പ്രധാന ശത്രു. അവനെ പരാജയപ്പെടുത്താൻ നിങ്ങൾ എന്നെ സഹായിക്കണം. എന്തും ചെയ്യാൻ മടിക്കാത്തൊരു മൂർഖനാണ്. ഈയിടെ ഞാൻ അവനെ ശരിക്കും നോവിച്ചു. പ്രതികാരത്തിന് വേണ്ടി ഒരുങ്ങിയിരിക്കാവും. പബ്ലിക് പ്രോസിക്യൂട്ടറുടെ പിയൂൺ കഴിഞ്ഞ 20 വർഷമായി വെങ്കടാചലത്തോടൊപ്പം ഉണ്ട്. നെക്സ്റ്റ്. ഇതൊരു അസിസ്റ്റന്റ് തോമസ്. ലോ പാസ്സായിട്ട് 3 വർഷമായി. 2 വർഷമായി. നെക്സ്റ്റ്. ആൻസി, മറ്റൊരു അസിസ്റ്റന്റ്. വെങ്കടാചലത്തിനോടൊപ്പം ചേർന്നിട്ട് 1 വർഷമേ ആയിട്ടുള്ളൂ. ഒരു കുട്ടിയുണ്ട്. ഭർത്താവ് മരിച്ചുപോയി. എന്നിട്ട് അനാഥ മന്ദിരത്തിലാണ് വളർന്നത്. ഇവിടെ ഹൗസിംഗ് കോളനിയിൽ ഒരു ഫ്ലാറ്റിലാണ് ഇപ്പൊ താമസം. ഇവൾ ഇപ്പോൾ എവിടെ ഉണ്ട്? അവൾ വളർന്ന അനാഥ മന്ദിരത്തിന്റെ ഗോൾഡൻ ജൂബിലി ആഘോഷമാണിന്ന്. അവിടെ പോയിരിക്കുകയാണ്. മോനെ, ഫുട്ബോളിലൊന്നും കയറി നിൽക്കല്ലേ, സൂക്ഷിച്ചു പോണം. മമ്മി. ഗുഡ് മോർണിംഗ് സർ. സി, വിൻസ്റ്റനെതിരെ നമ്മുടെ കയ്യിൽ ആകെയുള്ള ഒരു എവിഡൻസ് ആണിത്. വളരെ ഐ എം രാജശേഖരൻ. പുതിയതായി ചാർജ് എടുത്തു. ഹലോ. സാറിനോട് അസിസ്റ്റ് ചെയ്യുന്ന ആൻസി ഉണ്ടല്ലോ. ആൻസി? ഞങ്ങൾ സഹോദരങ്ങളാണ്. ഐ മീൻ ഓർഫനേജിൽ ഒരുമിച്ചുണ്ടായിരുന്നതാ. ഐ സി. ആൻസി, ആൻസിയെ കാണുന്നു. അതിനാ വന്നത്. ആൻസി, ഇതാ. താങ്ക് യു സർ. ഐ എം രാജശേഖരൻ, അസിസ്റ്റന്റ് പോലീസ് കമ്മീഷണർ. ഹലോ. വിൻസെന്റ് ഗോമസിന്റെ ഫയൽസ് അല്ലേ? അതെ. ഈ ഫയൽസ് ഒക്കെ എനിക്കൊന്ന് വേണം. കുറച്ച് റെഫറൻസിനാണ്. വെങ്കടാചലം പറഞ്ഞിട്ടുണ്ട്, കണ്ടില്ലേ? വിൻസെന്റ് ഗോമസിനെ അറസ്റ്റ് ചെയ്ത് ഞാനാണ്. ഓ ഐ സി. ദാ ആൻസി, വിൻസെന്റ് ഗോമസിന്റെ കേസ് ഇന്നല്ലേ? എങ്ങനെയുണ്ട്? ക്ലീൻ എവിഡൻസ് കയ്യിലുള്ളത് കൊണ്ട് ഇപ്രാവശ്യം പുള്ളി രക്ഷപ്പെടുന്ന കാര്യം ബുദ്ധിമുട്ടാണ്. വെങ്കടാചലം സാറിന് ഈ കേസ് ഒരു അഡീഷണൽ ക്രെഡിറ്റ് ആയിരിക്കും. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു. താഴേക്ക് ചെല്ലട്ടെ. ശരി. ഫയലുകൾ ആ പോലീസ് ഓഫീസർ വാങ്ങി. സാറ് പറഞ്ഞില്ലേ
അയാൾ ഇപ്പൊ കാണുന്നില്ല. നോ മിസ്റ്റർ വെങ്കടാചലം, എന്റെ കീഴിൽ ഇവിടെ 2 ASPമാരേ ഉള്ളൂ. 1 മിസ്റ്റർ ഖാലിദ്, 1 മിസ്റ്റർ ശിവപ്രസാദ്. ഐ തിങ്ക് യു ആർ ചീറ്റഡ്. താങ്ക് യു. Tell me the truth. How much? വിൻസെന്റ് ഗോമസ് നിനക്ക് എത്ര പണം തന്നു? നോ സർ, നത്തിങ്. സാർ പറഞ്ഞിട്ടാണ് ഫയലുകൾ കൊടുത്തത്. പച്ചക്കള്ളം. ഞാൻ അങ്ങനെ പറഞ്ഞിട്ടില്ല. പക്ഷെ അയാൾ എന്നോട് അങ്ങനെ പറഞ്ഞു. നീ ചെറുപ്പമാണ്. നീ ചെയ്ത തെറ്റിന്റെ ആഴം എന്താണെന്ന് നിനക്കറിയില്ല. നീ ചെയ്തത് രാജ്യദ്രോഹമാണ്. ഇനിയെങ്കിലും സത്യം പറഞ്ഞാൽ നിയമം അനുശാസിക്കുന്ന കാരുണ്യത്തിന്റെ കണികയെങ്കിലും നിനക്ക് കിട്ടും. ഇല്ലെങ്കിൽ എനിക്കൊന്നും അറിയില്ല സർ, പ്ലീസ്, എനിക്കൊന്നും അറിയില്ല. എല്ലാരും കൂടെ ചേർന്ന് എന്നെ ചതിക്കുകയാണ്. മിസ്റ്റർ വിൻസെന്റ് ഗോമസ്, ആ ഫയലുകൾ എന്ത് ചെയ്തു? നശിപ്പിച്ചു കളഞ്ഞു. അങ്ങയുടെ സേഫ് കസ്റ്റഡിയിൽ ഇരിക്കേണ്ട ഫയലുകളെ കുറിച്ച് എന്നോട് ചോദിച്ചാൽ ഞാൻ എന്ത് പറയാനാണ്? ഞാൻ എടുത്തിട്ടില്ല, എനിക്കറിയില്ല. ഓവർ സ്മാർട്ട് ആകരുത്. നിങ്ങൾ ബുദ്ധിമാനാണ്. ആ ഫയലുകൾ നശിക്കുന്നത് കൊണ്ട് ഈ ലോകത്ത് ആർക്കെങ്കിലും പ്രയോജനമുണ്ടെങ്കിൽ അത് നിങ്ങൾക്കാണ്. ആൻസിക്ക് നിങ്ങൾ ക്യാഷായിട്ടാണോ ചെക്കായിട്ടാണോ പണം കൊടുത്തത്? ഞാൻ പണം കൊടുത്തിട്ടില്ല. എന്റെ ജീവിതത്തിൽ ആദ്യമായാണ് ഞാൻ ഈ പെൺകുട്ടിയെ കാണുന്നത്. ഐ ഒബ്ജക്ട് യുവർ ഓണർ. ഒബ്ജക്ഷൻ സസ്റ്റെയിൻ. യുവർ ഓണർ, പ്രോസിക്യൂഷൻ മനഃപൂർവ്വം എന്റെ കക്ഷിയെ മിസ്ലീഡ് ചെയ്യുകയാണ്. കേസിനാസ്പദമായ രേഖകൾ അടങ്ങിയ ഫയലുകൾ സൂക്ഷിക്കേണ്ടത് ബഹുമാനപ്പെട്ട കോടതിയാണ്, എന്റെ കക്ഷിയല്ല. ആ ഫയലുകൾ മോഷ്ടിക്കുകയോ നശിപ്പിക്കുകയോ ചെയ്യേണ്ട ആവശ്യം എന്റെ കക്ഷിക്കില്ല. കാരണം പോലീസ് പിടിച്ചെടുത്തു എന്ന് പറയുന്ന ചാരായ ലോറികൾ എന്റെ കക്ഷിയുടേതല്ല. അതേതോ ബോംബെ കമ്പനിയുടെ വകയാണ്. ആ ലോറികളുടെ രജിസ്ട്രേഷൻ ബുക്കുകൾ പരിശോധിച്ചാൽ ബഹുമാനപ്പെട്ട കോടതിക്ക് അത് ബോധ്യമാവുന്നതാണ്. രാജ്യനിർമ്മിതമായ ബില്ലുകളും രേഖകളും നിരത്തി സമൂഹത്തിൽ മാന്യതയും വിലയുമുള്ള എന്റെ കക്ഷിയെ അപകീർത്തിപ്പെടുത്താനും നശിപ്പിക്കുവാനും വേണ്ടി രാഷ്ട്രീയ പ്രേരിതമായി കെട്ടിച്ചമച്ചുണ്ടാക്കിയതാണ് ഈ കേസ്. ബഹുമാനപ്പെട്ട കോടതി മുമ്പാകെ ഹാജരാക്കിയ ബില്ലുകളും രേഖകളും ഈ കേസിൽ എന്റെ കക്ഷി മിസ്റ്റർ വിൻസെന്റ് ഗോമസിനെ ശിക്ഷിക്കാൻ പര്യാപ്തമായ തെളിവുകളല്ല എന്ന് ബോധ്യപ്പെട്ട ബഹുമാനപ്പെട്ട എന്റെ സുഹൃത്തായ പബ്ലിക് പ്രോസിക്യൂട്ടർ തന്റെ ഏറ്റവും വിശ്വസ്ത അസിസ്റ്റന്റായ ആൻസിയും കൂട്ടുപിടിച്ച് അരങ്ങേറുന്ന ഒരു നാടകമാണ് ഈ ഫയൽ മോഷണ കഥയെന്ന് ഞാൻ ബഹുമാനപ്പെട്ട കോടതിയെ ഓർമ്മപ്പെടുത്തുകയാണ്. പറയൂ കുട്ടി, വിൻസെന്റ് ഗോമസ് നിനക്ക് പണം തന്നോ? വിൻസെന്റ് ഗോമസിന് നിങ്ങൾ ഇതിനു മുമ്പ് അറിയുമോ? ഇല്ല സർ, ഈ കോടതിയിൽ വെച്ചാണ് ആദ്യമായി കാണുന്നത്. ഏത് രാഷ്ട്രീയ പാർട്ടിയാണ് ഈ നാടകം നടത്താൻ നിങ്ങളെ പ്രേരിപ്പിച്ചത്? എനിക്കൊന്നും അറിയില്ല, എനിക്കൊന്നും അറിയില്ല. എല്ലാരും കൂടെ ചേർന്ന് എന്നെ ചതിക്കുകയാണ്. എല്ലാരും കൂടെ ചേർന്ന് എന്നെ ചതിക്കുകയാണ്. Come on, boy, come on. വെങ്കടാചലത്തിന്റെ ഫയല്. എനിക്കൊന്നും അറിയില്ല സർ, പ്ലീസ്, എനിക്കൊന്നും അറിയില്ല. എല്ലാരും കൂടെ ചേർന്ന് എന്നെ ചതിക്കുകയാണ്. എല്ലാരും കൂടെ ചേർന്ന് എന്നെ ചതിക്കുകയാണ്. പഠിക്കാൻ സാർ, എന്ത് ചെലവ് വന്നാലും നാളെ തന്നെ ആ പെൺകുട്ടിയെ ജാമ്യത്തിൽ ഇറക്കണം. ശരി സാർ. ജാമ്യാപേക്ഷ തള്ളുവെന്നാ ഞാൻ കരുതിയത്. സത്യം എന്നായാലും ജയിക്കും മോളെ. ഇനിയെല്ലാം ഞാൻ നോക്കിക്കോളാം.
അങ്ങ് മന്ദിരത്തിലോട്ട് വിളിച്ചോണ്ട് പോണോന്ന് ഓർത്തതാ ഞാൻ. പിന്നെ ആലോചിച്ചപ്പോ എന്തിനാ, പേടിച്ചോടിയാണെന്ന് ആളുകൾ പറയും. കേസിന്റെ വിധി അതിപ്പോ എന്തായാലും ജോലി പോകുമെന്നുള്ള ഉറപ്പാ അല്ലയോ? ആ സാരമില്ല, വേറെ കിട്ടും. അല്ല, നിനക്ക് സ്വന്തമായിട്ട് പ്രാക്ടീസ് തുടങ്ങിയാൽ എന്താ? അതൊക്കെ വലിയ ചെലവാ. ബുക്കും എസ്റ്റാബ്ലിഷ്മെന്റും ഒരുപാട് കാശാവും. ഈ അവസ്ഥയിൽ അതേക്കുറിച്ചൊന്നും ചിന്തിക്കാൻ കൂടി പറ്റില്ല. കർത്താവ് എന്തെങ്കിലും ഒരു വഴി കാണിച്ചു തരും. പരീക്ഷകൾ ഉണ്ടായി എന്ന് വെച്ച് ദൈവത്തെ മറക്കണ്ട. അല്ല, ഞാൻ ഇറങ്ങട്ടെ. ഇപ്പൊ പോയ കടവ് വരെയുള്ള ബസ് കിട്ടും, നടക്കാതെ കഴിക്കുകയും ചെയ്യാം. ഊണ് കഴിച്ചിട്ട് പോവാം. വേണ്ട കുഞ്ഞെ, എനിക്കിന്ന് ഒരു നേരമാണ്. ഇരിക്കട്ടെ, ഒരുപാട് ആവശ്യങ്ങൾ കാണും.